ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരാനായിട്ട് ഒരുങ്ങുകയാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്ന് വൈകിട്ടോടെ വരാനായിട്ടിരിക്കുന്നത്. 2023 വർഷം സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് നാഷണൽ അവാർഡിലേക്ക് ഇത്തവണ പരിഗണിക്കുന്നത്. എന്തായാലും മികച്ച നടൻ, വിവിധ ഭാഷകളിൽ നിന്നുള്ള മികച്ച സിനിമകൾ ഇതൊക്കെയെന്ന് ഇന്ന് വൈകിട്ട് അറിയുവാനായിട്ട് കാത്തിരിക്കാം. മികച്ച നടനുള്ള അവാർഡ് നേടിയെടുക്കാനായിട്ട് വിക്രാന്ത് മാസി ഇതിനോടകം തന്നെ മുൻപിലുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. 12th ഫെയിലിലെ മികച്ച പ്രകടനത്തിനായിരിക്കും ഒരുപക്ഷെ അവാർഡ്. ഒപ്പം മികച്ച നടിയായിട്ട് റാണി മുഖർജിയെ തെരഞ്ഞെടുക്കാനും സാധ്യതകളേറെ എന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുഷ്പയിലെ പ്രകടനത്തിന് അല്ലു അർജുൻ അവാർഡ് കൊടുത്ത ജൂറി ആയതുകൊണ്ട് അനിമലിലെ പ്രകടനത്തിന് രൺവീർ കപൂറിനും കൊടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അവസാന നിമിഷം എന്തെല്ലാം ട്വിസ്റ്റ് നടക്കുമെന്നാണ് ഇതിനോടൊപ്പം തന്നെ ബോളിവുഡ് മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇനി നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ 2024 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതമെങ്കിൽ പോലും സിനിമ സെൻസർ ചെയ്യപ്പെട്ടത് 2023 അതിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന അവാർഡ് മികച്ച നടനുള്ള അവാർഡ് പൃഥ്വിരാജിന് ലഭ്യമായത്. ഇത്തവണയും നാഷണൽ അവാർഡിൽ പൃഥ്വിരാജിനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ മുൻപിൽ തന്നെയുണ്ട്. മികച്ച നടിയായിട്ട് കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഉർവശിക്കും അവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഓരോ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ വരാറുള്ളൊരു പേരാണല്ലോ മമ്മൂട്ടി ചേട്ടൻ്റേത്. മെഗാസ്റ്റാർ മമ്മൂട്ടി ഇത്തവണ നാഷണൽ അവാർഡിൽ മത്സര രംഗത്തുണ്ടാകുമോ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. 2023 നൻപകൽ നേരത്തെ മയക്കം, കാതൽ, കണ്ണൂർ സ്കോഡ്, ക്രിസ്റ്റഫർ എന്നീ മമ്മൂട്ടി സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇതിൽ LJP സംവിധാനം ചെയ്ത നൻപകൽ നേരത്തെ മയക്കം 2022 സെൻസർ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡിലെ സിനിമ പരിഗണിച്ചതുമാണ്. അപ്പോൾ ഈ വർഷം പരിഗണിക്കാനായിട്ട് ഒരുങ്ങുക കാതലിലെ മമ്മൂട്ടി പ്രകടനം തന്നെയായിരിക്കും. ഈ സിനിമയ്ക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടുമോ, അതല്ലെങ്കിൽ മമ്മൂട്ടി മികച്ച നടനുള്ള അവാർഡ് നേടിയെടുക്കുമോ എന്നൊക്കെയാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപനം വരാനായിട്ടിരിക്കുന്നത്. കാത്തിരിക്കാം ഓരോ അവാർഡുകളും അറിയുവാനായിട്ട്.